പേരുമലയിൽ അഫ്സാന്റെ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കാണുന്നുണ്ട്. അവിടെ ജിബിൻ ജെബി ഉണ്ട്. ജിബിൻ അഫാന്റെ സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കിയാൽ എല്ലാ ചിത്രങ്ങളിലും അതേ സഹോദരനെ ചേർത്ത് പിടിച്ച് അത്രത്തോളം സ്നേഹത്തോടെയാണ് കൊണ്ടു നടന്നിരുന്നത്. മറ്റു സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതലും ഉള്ളത് സഹോദരൻ തന്നെയായിരുന്നു, എപ്പോഴും ഉണ്ടായിരുന്നത്. അത്രത്തോളം ഇഷ്ടമായിരുന്നു. ആ സഹോദരനെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇപ്പോഴെന്തായാലും അവിടെ പൊതുദർശനം പുരോഗമിക്കുമ്പോൾ എത്രത്തോളം ആളുകൾ എത്തുന്നുണ്ട്, എങ്ങനെയാണ് അവർ ഈ ഒരു വിയോഗം ഉൾക്കൊള്ളുന്നത്? തന്നെയാണ് 13 വർഷക്കാലം അഫ്സാൻ എന്ന് പറയുന്ന ഈ കൊച്ചു പയ്യനെ കൂടെ കൊണ്ട് നടന്ന സഹോദരനാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി ഈ 13 വയസ്സുകാരനെ മൃഗീയമായി കൊലപ്പെടുത്തിയത്. കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക ഉപയോഗിച്ച് അഫ്സാന്റെ തലയ്ക്ക് മാരകമായ ക്ഷതമേൽപ്പിക്കുകയായിരുന്നു. ഏകദേശം 5ഓളം മുറിപ്പാടുകൾ അഫ്സാന്റെ തലയിൽ ഉണ്ടായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ തന്നെയുള്ളത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടത്തിനൊടുവിൽ ഏറ്റവും ഒടുവിലായാണ് അഫ്സാന്റെ 13 വയസ്സുള്ള അഫ്സാന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അഫ്സാന്റെ മൃതദേഹം അവിടെ നിന്ന് കുമാരപുരത്തെ പള്ളിയിലും അവിടെ മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി ഈ പേരുമല അഫ്സാന്റെ വീടിരിക്കുന്ന പേരുമല ജംഗ്ഷൻ LP സ്കൂൾ ജംഗ്ഷനിലാണ് ഇപ്പോൾ ഈ ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ വലിയ ജനസാഗരമാണ് ഈ 13 വയസ്സുകാരനെ കാണുവാനായി അവസാനമായി ഒരു നോക്ക് കാണുവാനായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അഫ്സാൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ, ഇനി ഈ കുട്ടി എന്ന് പറയുന്ന ഈ നാട്ടുകാർക്കെല്ലാം തന്നെ അറിയുന്ന ഒരാളായിരുന്നു. കാരണം എല്ലാ ദിവസവും ഇവിടെ നാട്ടുകാരോടൊപ്പം ഈ നാട്ടിലുള്ള കുട്ടികളോടൊപ്പം സൈക്കിൾ ചവിട്ടാനും അവരോടൊപ്പം കളിക്കുന്നതിന് വേണ്ടി ഒക്കെ ഈ നാട്ടിലാകെ ഓടി നടക്കുന്ന ഒരു കുട്ടിയാണ്. കഴിഞ്ഞ ദിവസം പോലും ആ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇവിടെ കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് നടക്കം മാറുന്നതേയില്ല ആ നാടിന്. നമുക്കാകെയും രണ്ടിടത്തും അവരടക്ക ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ് ആ നാടാകെ. അപ്പം അങ്ങോട്ടേക്കും അതിനൊപ്പം തന്നെ പേരുമലയിലേക്കും ഒഴുകിയെത്തുന്നു. അത് ഇന്നലെ മുതൽ തന്നെ അങ്ങനെയായിരുന്നു. ഇങ്ങനൊരു സംഭവം ആ നാട്ടിൽ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. ഓർക്കാപ്പുറത്തുണ്ടായ ഈ കൊലപാതക പരമ്പര അതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് രണ്ടിടത്തും പൊതുപ്രവർത്തകരെ ഉൾപ്പെടെ സാധാരണ ജനങ്ങളെ ഉൾപ്പെടെ എല്ലാവരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഫ്സാന്റെ മൃതദേഹമാണ് അല്പം ആംബുലൻസിൽ നിന്ന് പൊതുദർശനത്തിനായി പുറത്തേക്ക് എത്തിച്ചത്. ആ ദൃശ്യം നമ്മളൊരു ഭാഗത്ത് കാണുന്നു. വലിയ തിരക്കാണ് അവിടെ. വലിയ ജനാവലി അഫ്സാൻ യാത്രയാക്കാൻ വേണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. പാങ്ങോടും പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. അവിടെ പ്രശാന്ത് കൃഷ്ണങ്ങളുമായി തുടരുന്നുണ്ട്. പാങ്ങോട് പള്ളിയിൽ താഴെ പാങ്ങോട് മുസ്ലിം ജമാഅത്തിൽ 3 മൃതദേഹങ്ങളാണ് എത്തിച്ചിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണൻ തുടർന്നു. പ്രശാന്ത്, പാങ്ങോട്ടാണ് ഇപ്പോൾ പ്രാർത്ഥന നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പാങ്ങോട്ടാണ് ഇവരുടെ കുടുംബം. അവിടെ എല്ലാവരുമായും വളരെ പരിചിതമായ ഒരു കുടുംബമാണ്. സ്വാഭാവികമായും അത്രയധികം ആളുകളും അവിടേക്ക് ഇപ്പോൾ എത്തും. ഒരു ചെറിയ ഗ്രാമമാണ്. വലിയൊരു ഒരു ദുരന്തം അത് ഏറ്റുവാങ്ങാൻ കഴിയുന്നതല്ല. കാരണം എല്ലാവർക്കും പരസ്പരം അങ്ങോട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കുടുംബം. ശരി, എന്തായാലും അവിടെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. കൊല്ലപ്പെട്ട 4 പേരുടെ കബറടക്കമാണ് താഴെ പാങ്ങോട് ജുമാ മസ്ജിദിൽ നടക്കാൻ പോകുന്നത്. 3 പേരുടെ മൃതദേഹങ്ങളോടെ എത്തിച്ചിട്ടുണ്ട്. അഫ്സാന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പേരുമലയിൽ പാങ്ങോട് ജുമാ മസ്ജിദിലാണ് കബറടക്കം നടക്കുക. ഏറെ വേദനയോടെയാണ് ആ നാടൊന്നാകെ ഈ വേർപാടിനെ, വിയോഗത്തെ ഉൾക്കൊള്ളുന്നത്. ഒട്ടും നനച്ചിരിക്കാതെയുള്ള പെട്ടെന്നുള്ള ഒരു അക്രമമായിരുന്നു സംഭവിച്ചത്. 5 പേരുടെ ജീവനാണ് നഷ്ടമായത്. അതിൽ ഫർസാനയുടെ കബറടക്കം നേരത്തെ തന്നെ കഴിഞ്ഞു. 3 പേരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. അവിടെ സംസ്കാര ചടങ്ങുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പേരുമലയിൽ അഫാന്റെ സഹോദരനായിട്ടുള്ള അഫ്സാന്റെ മൃതദേഹവും പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ഒരു ക്രൂരത തൻ്റെ കുടുംബാംഗങ്ങളോട്, ഏറെ പ്രിയപ്പെട്ടവരോട് അഫാൻ ചെയ്തത് എന്നതിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. അക്കാര്യത്തിലൊക്കെ അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നാടൊന്നാകെ നടുങ്ങി ഈ ഒരു കൂട്ടക്കുരുതിയിൽ എന്നുള്ളതാണ്. ഫർസാനയ്ക്ക് ഇവിടെ ചൊല്ലുന്ന നേരത്തെ നമ്മൾ കണ്ടതാണ്. ചിറയൻകീഴിൽ ആയിരുന്നു ഫർസാനയ്ക്ക് അന്ത്യവിശ്രമം. ഫർസാന ഒഴികെ 4 പേരുടെ കബറടക്കം താഴെ പാങ്ങോട് മുസ്ലിം ജുമാ മസ്ജിദ് പള്ളിയിൽ നടക്കാൻ പോവുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നത്. ഒപ്പം പേരുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. അഫ്സാന്റെ പൊതുദർശനം പേരുമലയിൽ പുരോഗമിക്കുകയാണ്.
ജിബിൻ ജെ വിവരങ്ങളുമായി എത്തുന്നുണ്ട്. ജിബിൻ, വലിയ തിരക്ക് അവിടെ കാണാം. അത്രത്തോളമായിരുന്നു ഇന്നലെ ഉണ്ടായ ഞെട്ടൽ. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ അഫ്സാന് യാത്ര നൽകാൻ വേണ്ടി ആ നാടാകെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ ജിബിൻ പറഞ്ഞ പോലെ അങ്ങനെ വലിയ നിറയെ ആളുകൾ താമസിക്കുന്ന പ്രദേശമൊന്നുമല്ല. വെഞ്ഞാറമൂടിൻ്റെയും നെടുമങ്ങാടിൻ്റെയും ഇടയ്ക്കുള്ള വലിയ മലയോര മേഖലയാണ്. വലിയ തിരക്കും ബഹളമൊന്നുമില്ലാതെ ശാന്തമായി പോകുന്ന സ്ഥലമാണ്. അവിടെയാണെങ്കിൽ ഒരു വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. എത്രത്തോളം വലിയ നടുക്കമാണ് ഇന്നും. ജിബിൻ, പാങ്ങോട് ജുമാ മസ്ജിദിൽ ഇപ്പോൾ മുൻ MLA കോലിക്കോട് കൃഷ്ണൻ നായർ അന്തിമോപചാരം ആദരാഞ്ജലി അർപ്പിക്കുന്നത് നമ്മൾ കണ്ടു. പാങ്ങോട് രാഹുൽ ജി നാഥ് കൂടിയുണ്ട്. രാഹുലോടെ പൊതുദർശനമൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇവിടെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം നമ്മൾ കാണുന്നുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരും ഏറെ വേദനയോടെയാണ്. അവർക്കും പ്രിയപ്പെട്ട കുടുംബമാണ്. എത്രത്തോളം ജനത്തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്? അവിടെ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ടോ? നിലവിൽ 3 മൃതദേഹങ്ങളാണ് ഇപ്പോൾ മുസ്ലിം ജുമാ മസ്ജിദ് താഴെപ്പാങ്ങോട് എത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ ലത്തീഫിൻ്റെ വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരുന്നതിന് ശേഷമാണ് മൃതദേഹം ഇങ്ങോട്ട് എത്തിച്ചത്. ആ വീട്ടിലും സമാനമായ കാഴ്ചയായിരുന്നു. നിരവധി ആളുകൾ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നു. കാരണം ഈ മരണം അത്രമാത്രം അപ്രതീക്ഷിതമായിരുന്നു, അത്രമാത്രം ഞെട്ടലുളവാക്കിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇവരെ ഒടുവിൽ കാണാനായി പള്ളിയിലേക്ക് എത്തുകയാണ്. പൊതുദർശനത്തിനാണ് നാട്ടുകാർ, വീട്ടുകാർ, സുഹൃത്തുക്കൾ, ഉറ്റവരൊക്കെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടവരൊക്കെ എത്തിയിരുന്നത്. എങ്കിൽ അവരുടെ കുടുംബം ഇവിടെയാണ്, പാങ്ങോടാണ് കുടുംബമുള്ളത്. അമ്മ ഇവിടെയാണ് താമസിച്ചിരുന്നത്. അതുപോലെ കുടുംബത്തിലുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം നാട്ടിലുള്ള എല്ലാ മനുഷ്യരും അവരെ ഒരു നോക്ക് കാണാൻ എത്തിയിട്ടുണ്ട്. വലിയ ജനത്തിരക്ക് ഉണ്ട്. ആളുകൾ കാത്തുനിന്ന് ആദരവർപ്പിച്ച് മടങ്ങുകയാണ്. ലത്തീഫിന് CRPFിലായിരുന്നു അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നത്. CRPFിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദരമറിയിക്കാൻ ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. അത്തരത്തിൽ ഈ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവർക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ ആദരവർപ്പിക്കാനായി ജുമാ മസ്ജിദ് പള്ളിയുടെ പരിസരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മാത്രമാകും ഇവിടെ ചടങ്ങുകൾ ഉണ്ടാകുക. ശേഷം ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും. എന്തായാലും ഇനി നിലവിലിപ്പോൾ 3 മൃതദേഹങ്ങളാണ് എത്തിയിട്ടുള്ളത്. ഒന്ന് ലത്തീഫിൻ്റേതാണ്, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടേതാണ്. പരമ്പരയുടെ ഒരു ഞെട്ടൽ ഇതുവരെ മാറാതെയാണ് ആ നാടുള്ളത്. ഉറ്റവരായ 5 പേരെയാണ് 23-കാരനായ അഫാൻ കൊലപ്പെടുത്തിയത്. അതിൽ അഫാന്റെ പെൺസുഹൃത്തായിട്ടുള്ള ഫർസാനയുടെ ഖബറടക്കം നേരത്തെ തന്നെ കഴിഞ്ഞു. ഇപ്പോൾ പാങ്ങോട് ജുമാ മസ്ജിദിൽ 3 പേരുടെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ലത്തീഫിന്റെ സൽമാ ബിയുടെ, ലത്തീഫിന്റെ ഭാര്യ സാജിദ ബീഗത്തിന്റെ 3 പേരുടെ പൊതുദർശനം അവിടെ പുരോഗമിക്കുന്നുണ്ട്.